ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗീതാജിയാണ്. ഇന്നത്തെ വീഡിയോ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അമ്മയുടെ അനുഗ്രഹമില്ലാതെ, അമ്മ വിളിക്കാതെ ഒരിക്കലും നമുക്ക് മൂകാംബിക ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്നുള്ളതാണ് പരമസത്യം. ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂരിലാണ് കൊല്ലൂർ ശ്രീ മൂകാംബിക ദേവീ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിവ സമന്വയിച്ചിരിക്കുന്നതിനാൽ ആദിപരാശക്തിയുടെയും പരബ്രഹ്മത്തിൻ്റെയും ഐക്യമാണ് മൂകാംബിക ദേവീക്ഷേത്രം. 108 ദുർഗാലയങ്ങളുടെയും 108 ശിവാലയങ്ങളുടെയും ഭാഗമായതിനാൽ ഈ ക്ഷേത്രം വളരെ സവിശേഷമാണ്. സൗപർണിക നദിയുടെ തെക്കേക്കരയിൽ കുടജാദ്രി മലനിരകളുടെ താഴ്വാരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരശുരാമൻ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണിത്. ശങ്കരാചാര്യർ സ്ഥാപിച്ചതാണ് ദേവിയുടെ ഇന്നത്തെ രൂപത്തിലുള്ള പ്രതിഷ്ഠ. ലിംഗത്തെ മൂലദേവിയായി ആരാധിക്കുന്നു. 4 ആയുധങ്ങളുള്ള ദേവതയായി ദേവിയെ പ്രതിനിധീകരിക്കുന്നത് ആദിശങ്കരനാണ്. ഒരിക്കൽ താപസനായ കോലമഹർഷി ഇവിടെ തപസ് അനുഷ്ഠിക്കുമ്പോൾ ഒരു രാക്ഷസന്റെ ശല്യം അനുഭവപ്പെട്ടു. തന്നെ അജയനാക്കുന്ന ശക്തികൾ ലഭിക്കണമെന്നും താൻ ആഗ്രഹിക്കുന്നതെന്തും ചെയ്യാൻ അനുവദിക്കണമെന്നും ഈ അസുരനും മഹാദേവനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ അസുരന്റെ ദുഷ്ടബുദ്ധി അറിഞ്ഞ് ദേവീശക്തി അവനെ മൂകയാക്കി. അതിനാൽ മഹാദേവൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു വരവും ചോദിക്കാൻ അസുരന് കഴിഞ്ഞില്ല. ഇതിൽ കുപിതനായ അസുരൻ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കോലമഹർഷിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. കോലമഹർഷി മാതാവിനോട് സഹായത്തിനായി അപേക്ഷിച്ചു. അങ്ങനെ ദേവീശക്തി ഇറങ്ങി വന്ന് മുഖാസുരൻ എന്ന അസുരനെ കീഴടക്കി. അതോടെ ഈ പ്രദേശത്ത് ദേവി മൂകാംബിക എന്നറിയപ്പെട്ടു. മഹാദേവനും മുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. മഹർഷി കോലയോട് തൻ്റെ പത്നിയുമായി ഭഗവാൻ എന്നേക്കും ഇവിടെ വസിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിറവേറ്റുന്നതിനായി ഒരു ജ്യോതിർലിംഗം പ്രത്യക്ഷപ്പെട്ടു. നടുവിൽ ഒരു സ്വർണ്ണരേഖ. അങ്ങനെ ഈ ലിംഗത്തിൻ്റെ ഒരു പകുതി ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഉൾക്കൊള്ളുന്ന ബോധപൂർവമായ തത്വത്തെ പ്രതിനിധീകരിക്കുന്നു. മറ്റൊന്ന് പാർവതി, ലക്ഷ്മി, സരസ്വതി എന്നിവയുടെ രൂപത്തിൽ സൃഷ്ടിപരമായ തത്വത്തെ പ്രതിനിധീകരിക്കുന്നു. ഉമാദേവി ശ്രീ പരമേശ്വരൻ്റെ കൂടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ട് മുഖാസുരനെ വധിച്ചു. മഹാദേവനെയും ശക്തിയെയും ഉൾക്കൊള്ളുന്ന ജ്യോതിർലിംഗ രൂപത്തിലാണ് മൂകാംബിക ദേവി. പുരാതന കേരളത്തിലെ 108 ശിവാലയങ്ങളിലും 108 ദുർഗാലയങ്ങളിലും ഈ ക്ഷേത്രം ഒരു ഭാഗമാണ്. ക്ഷേത്രത്തിൻ്റെ ചരിത്രം നിരവധി നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. പാർവതി ദേവിയുടെ അവതാരമായ മൂകാംബിക ദേവി കൗമാസുരനെ പരാജയപ്പെടുത്തി ലോകത്തെ സംരക്ഷിച്ചു എന്നാണ് ഐതിഹ്യം. 8-ാം നൂറ്റാണ്ടിൽ ആദി ശങ്കരാചാര്യനാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. മംഗലാപുരത്ത് നിന്ന് ഏകദേശം 135 കിലോമീറ്റർ അകലെയാണ് മൂകാംബിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രശസ്തമായ ക്ഷേത്രം കൃത്യമായി പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ക്ഷേത്രം സന്ദർശിക്കാൻ എത്തുന്നത്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എത്ര വർണ്ണിച്ചാലും മതിയാകാത്ത മൂകാംബിക ദേവീക്ഷേത്രം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര ചരിത്രം ഏകദേശം 1200 വർഷങ്ങൾക്ക് മുമ്പാണ്. വിദ്യയുടെയും ജ്ഞാനത്തിൻ്റെയും ദേവതയായ സരസ്വതി ദേവി ആദിശങ്കരനിൽ നിന്ന് ആരാധന സ്വീകരിച്ചതായി പറയപ്പെടുന്നു. പ്രാർത്ഥനകൾ അംഗീകരിച്ചുകൊണ്ട് സരസ്വതി ദേവി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ശങ്കരാചാര്യർ തൻ്റെ ആഗ്രഹം ദേവിയോട് തുറന്നു. ദേവിയുടെ ബഹുമാനാർത്ഥം ഇപ്പോഴും ക്ഷേത്രം ഇല്ലാതിരുന്ന കേരളത്തിൽ തൻ്റെ സാന്നിധ്യം നൽകണമെന്ന് അപേക്ഷിച്ചു. ആദിശങ്കരാചാര്യർ തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് നയിക്കണമെന്ന ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ദേവി സരസ്വതി ശങ്കരാചാര്യരുടെ ആഗ്രഹം സ്വീകരിച്ചു. വഴിയിൽ ഒരു പ്രാവശ്യം പോലും ദേവിയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ അയാൾക്ക് സംശയിക്കാനും തിരിഞ്ഞു നോക്കാനും കഴിയില്ല. ഈ അവസ്ഥ പാലിക്കുന്നതിൽ പരാജയപ്പെടുന്ന നിമിഷം ദേവി എവിടെയായിരിക്കുമോ അവിടെ തന്നെ നിർത്തും. എന്നാൽ ശങ്കരാചാര്യർ ആ വ്യവസ്ഥ അംഗീകരിച്ചു. അവർ കൊടജാരി മലനിരകൾ ഇറങ്ങി യാത്ര തുടങ്ങി. ശങ്കരാചാര്യർ മുന്നിലും ദേവി പിന്നിലുമായി യാത്ര തുടങ്ങി. ദേവിയുടെ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ശങ്കരാചാര്യർ മുന്നോട്ട് നടന്നു. കുറെ ദൂരം പിന്നിട്ടപ്പോൾ ദേവിയുടെ കാൽച്ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാനില്ലാതായി. ശങ്കരാചാര്യർ സംശയത്തോടെ ദേവി പിന്നാലെ വരുന്നുണ്ടോ എന്ന് അറിയുന്നതിനു വേണ്ടി തിരിഞ്ഞു നോക്കി. വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സരസ്വതി ദേവി ആ സ്ഥലത്ത് നിന്നു. എന്നാൽ എല്ലാ പ്രതീക്ഷകളും കൈവിടാതെ ശങ്കരൻ ഈ അവസ്ഥ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതിന് ക്ഷമാപണം നടത്തുകയും തൻ്റെ കൂടെ വരാൻ ദേവിയോട് നിരന്തരം അപേക്ഷിക്കുകയും ചെയ്തു.
ഒടുവിൽ ശങ്കരാചാര്യരുടെ ദൃഢനിശ്ചയത്തിൽ ദേവി സന്തുഷ്ടയായി. ദേവി രാവിലെ കേരളത്തിലെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെത്തി ഉച്ചയോടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. മൂകാംബിക ക്ഷേത്രത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഭക്തൻ ദിവസവും ഉണ്ടാകണമെന്ന് അമ്മയ്ക്ക് നിർബന്ധവുമുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ചരിത്രം വളരെ വിശാലമാണ്. ജാതിയും മതവും പരിഗണിക്കാതെ മലയാളികൾ സന്ദർശിക്കുന്ന ഏറ്റവും പ്രശസ്തമായ ആരാധനാലയങ്ങളിൽ ഒന്നാണ് ശ്രീ മൂകാംബിക ക്ഷേത്രം. രാവിലെ സരസ്വതിയായും ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയായും വൈകുന്നേരം ശ്രീ പാർവതീദേവിയായും ആരാധിക്കുന്നു. ഈ ക്ഷേത്ര സങ്കേതം ഒരിക്കലും വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും ഇടം മാത്രമല്ല, അത് കാണേണ്ട ആസ്വദിക്കേണ്ട ചരിത്രം കൂടിയാണ്. പൊതുവെ അക്ഷരപ്രേമികളുടെയും കലാകാരന്മാരുടെയും ഇഷ്ടസ്ഥലമാണ് മൂകാംബിക ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇവിടുത്തെ സരസ്വതി മണ്ഡപത്തിലിരുന്ന് അക്ഷരം കുറിക്കാനും കലാപരിപാടികൾക്ക് അരങ്ങ് കുറിക്കുവാനും എത്തുന്നവർ ചില്ലറയല്ല. എന്നാൽ മനസ്സിൽ തോന്നുമ്പോൾ എത്താൻ കഴിയുന്ന ഒരു സ്ഥലവുമല്ല മൂകാംബിക ക്ഷേത്രമെന്ന ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണ്. 4 വശവും നിരവധി മലകളാണ്. 12 അടി ഉയരമുള്ള ആനപ്പള്ള മതിൽ ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്നു. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ 2 ഇരുനില ഗോപുരങ്ങൾ. വലംപിരി ഗണപതി ഭഗവാന്റെ ഒരു ചെറു ക്ഷേത്രം തെക്ക് കിഴക്ക് ഭാഗത്തുണ്ട്. അതിനടുത്തായാണ് തന്ത്രിമാരുടെ താമസ സ്ഥലവും. ഒരു ദിവസം മലയാളികൾ ആരെങ്കിലും ഈ ക്ഷേത്രത്തിൽ വരാതെയിരുന്നാൽ അന്ന് കൊല്ലൂർ മൂകാംബിക ദേവി മലയാളക്കരയിലേക്ക് വരുമെന്ന സങ്കല്പമാണ് ഏറ്റവും പ്രസിദ്ധം. എന്നാൽ ഇന്നുവരെ അങ്ങനെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. സ്വയംഭൂലിംഗമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠയുടെ വലതുഭാഗത്തായി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നിങ്ങനെ 3 രൂപങ്ങളുണ്ട്. ഇടതുവശത്ത് ത്രിമൂർത്തികൾ സ്ഥിതി ചെയ്യുന്നുവെന്നാണ് സങ്കല്പം. മൂകാംബിക ദേവിയുടെ രഥയാത്രാ ദർശനം വളരെ ഭാഗ്യം നൽകുന്ന ഒന്നാണ്. സൗപർണിക നദിയിൽ മുങ്ങിക്കുളിച്ചതിന് ശേഷം മൂകാംബിക ദേവിയെ ദർശിക്കണം എന്നുള്ളതാണ് പ്രമാണം. സ്വയംഭൂലിംഗത്തിൻ്റെ പ്രാധാന്യത്തോടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ ചരിത്രം കൂടുതൽ ശക്തിപ്പെടുന്നു. ശ്രീ മഹാദേവൻ തൻ്റെ കാൽവിരലിൻ്റെ സഹായത്തോടെ ശ്രീചക്രം വരയ്ക്കാൻ കൊണ്ടുപോയി. കോലമഹർഷി ഈ സ്ഥലത്ത് ദീർഘമായ തപസ് ചെയ്തു. ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ച ധ്യാനത്തിൻ്റെ ഉറവിടം ഇതാണ്. ശ്രീചക്രബിന്ദുവിന് കൂടുതൽ മൂർത്തമായ രൂപമുണ്ട്. ഇത് ഉത്ഭവലിംഗമാണ്. ഇതിന് സാധ്യമായ എല്ലാ ദൈവങ്ങളുടെയും സാമീപ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. ഇവിടെ പ്രാധാന്യമുള്ള കാര്യം ഈ ലിംഗത്തിൻ്റെ സഹായത്തോടെ ദേവി പരിണമിച്ചു ഭക്തരുടെ ആഗ്രഹം നിറവേറ്റുന്നതിനായി അറിയപ്പെടുന്നു എന്നതാണ്. ലിംഗത്തിൻ്റെ ഇടതുവശത്തായി വീതിയേറിയ ഒരു സ്വർണ്ണരേഖയുണ്ട്. സ്കന്ദപുരാണമനുസരിച്ച് മൂകാംബികയുടെ ജ്യോതിർലിംഗം പ്രകൃതിയുടെയും പുരുഷൻ്റെയും പരിസമാപ്തിയാണ്. ഈ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് മറ്റ്1000 ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥിക്കുന്നതിന് തുല്യമാണെന്ന് തീർത്ഥാടകർ കരുതുന്നു. ക്ഷേത്ര ദർശന സമയം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പം നിങ്ങൾ നോക്കുമല്ലോ. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര പുണ്യം നമുക്ക് പൂർണ്ണമായും കിട്ടണമെങ്കിൽ കുടജാദ്രിയിലും കൂടെ ദർശനം നടത്തണം എന്നാണ് പറയപ്പെടുന്നത്. ഉച്ചയ്ക്കും രാത്രിയും ശ്രീ അന്നപൂർണേശ്വരി ദേവിയുടെ തിരുനടയിൽ അന്നദാനവും ഉണ്ട്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ജയ് മാതേ, ജഗദീശ്വരി മാതേ, ശാരദ ഭവാനി.